നമസ്കാരം. 91 ന്യൂസ്. PM ശ്രീ പദ്ധതി വലിയ വിവാദത്തിലാണ്. രാജ്യത്തിൻ്റെ കുതിപ്പിന് ഉതകുന്ന വിദ്യാഭ്യാസമായിരിക്കണം വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതെന്നതിൽ സംശയമില്ല. PM ശ്രീ പദ്ധതിയും ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഗുണദോഷങ്ങൾക്കും അപ്പുറം സുതാര്യമല്ലാതെ പോയതിനെക്കുറിച്ചുള്ള ഈ പദ്ധതിയിൽ പങ്കുചേരാൻ ദുരൂഹമായ ധൃതി ഉണ്ടായതിനെക്കുറിച്ചാണ് പ്രധാന സംശയങ്ങൾ. ഭരണമുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്ന ഈ പദ്ധതി രഹസ്യ സ്വഭാവത്തോടെ അതിവേഗം കേന്ദ്ര സർക്കാരുമായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാൻ പാകത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മുന്നണിക്ക് അകത്തുനിന്ന് തന്നെ വലിയ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. മുന്നണിക്ക് ചില പൊതു തത്വങ്ങളുണ്ടെന്നും മുന്നണി മര്യാദ ഒരു പാർട്ടിക്ക് മാത്രമായി ലംഘിക്കാനാകില്ലെന്നും CPI തന്നെ CPMനെ ഓർമ്മിപ്പിക്കേണ്ടി വന്നത് കൗതുകകരമാണ്. കഴിഞ്ഞ ഡിസംബറിലും മെയ്യിലും മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ഈ വിഷയം വന്നിരുന്നു. എന്നാൽ പാർട്ടി മന്ത്രിമാർ എതിർത്തതിനാൽ അത് മാറ്റിവെച്ചു. ധാരണാപത്രം ഒപ്പിടുന്നതിന്റെ തലേന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ വരെ ഈ വിഷയം പരാമർശിക്കപ്പെട്ടു. ഇതിനിടയിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ 1.5 വർഷം മുൻപ് കേരളം സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു സത്യം. കേന്ദ്ര സർക്കാരുമായി സംസ്ഥാനം ഒരു പ്രധാന വിഷയത്തിൻ്റെ കരാറിൽ ഏർപ്പെടുമ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം ഉറപ്പിക്കാറുണ്ട്. എന്നാൽ ഇവിടെ അതിന് ശ്രമിച്ചിട്ടില്ല എന്നത് ദുരൂഹമാണ്. ഈ പദ്ധതിക്കെതിരെ പരസ്യമായും മന്ത്രിസഭയിലും പാർട്ടി എതിർപ്പുന്നയിക്കുകയും ചെയ്തു. പാർട്ടിയിൽ കൃത്യമായ ചർച്ച കൂടാതെ PM ശ്രീ പദ്ധതിക്കുള്ള ധാരണാപത്രത്തിൽ സർക്കാർ ഒപ്പിട്ടത് സംബന്ധിച്ച് CPMൽ വലിയ അസ്വസ്ഥതയുടെ പുകച്ചുരുളുകൾ ഉയരുകയാണ്. മന്ത്രിസഭയിലോ ഇടതുമുന്നണിയിലോ ചർച്ച ചെയ്യാതെ ഈ ധാരണാപത്രം ഒപ്പുവെക്കാൻ എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത് എന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ ആവശ്യവും ശക്തമാകുന്നു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതോടെ ധാരണാപത്രമനുസരിച്ച് 2020 ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് പൂർണ്ണതോതിൽ നടപ്പാക്കേണ്ടി വരിക തന്നെ ചെയ്യും. കരാർ ഒപ്പിട്ട ശേഷം സംസ്ഥാനം പിന്തിരിഞ്ഞാൽ അത് മറ്റൊരു സംഘർഷത്തിന് വഴിവെക്കും. നിയമപരമായും സംസ്ഥാനം വലിയ പ്രതിരോധത്തിലാകും. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാലും NEPയിലെ കേരളത്തിന് താല്പര്യമില്ലാത്ത വ്യവസ്ഥകൾ നടപ്പിലാക്കില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും CPM നേതൃത്വവും പറയുന്നത്. എന്നാൽ PM ശ്രീ പദ്ധതിക്കായി സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ ആദ്യ ഉപാധിയായി പറയുന്നത് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ മുഴുവൻ നിബന്ധനകളും നടപ്പാക്കണമെന്നാണ്. ഇത് വളരെ തിടുക്കത്തിൽ നടപ്പാക്കേണ്ടി വരില്ലെങ്കിലും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന സ്കൂളുകളിൽ ഇതൊക്കെയും കൊണ്ടുവന്നേ മതിയാകൂ. കേരളം മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടെ കെട്ടിപ്പടുത്ത സ്കൂളുകളെ NEP നടപ്പാക്കാനുള്ള കേന്ദ്രങ്ങളായി കേന്ദ്രത്തിന് വിട്ടു നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് സത്യത്തിൽ CPMനുള്ളിൽ മറുപടിയില്ല. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച അതീവ നിർണായകരമായ ഒരു പദ്ധതി കൂടിയാലോചനകളില്ലാതെയും ഭരണമുന്നണിയിലെ ഘടകകക്ഷികൾ പോലും അറിയാതെയും ഒപ്പിട്ടത് CPMൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ചു കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തെ കുരുക്കിലാക്കുവാൻ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം ഈ പാഠ്യ പദ്ധതിയായിരിക്കുമെന്നതിൽ സംശയമില്ല. കേന്ദ്ര ഫണ്ടിനു വേണ്ടി പാർട്ടിയുടെ അടിസ്ഥാന നിലപാടുകൾ മാറ്റിവെക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നീതിയാണോ എന്ന ചോദ്യം മുന്നണിക്കുള്ളിൽ അതിശക്തമായി ഉയരുന്നു. ഭാവി തലമുറയെ ബാധിക്കുന്ന ഒരു സുപ്രധാന വിഷയം സംബന്ധിച്ച കരാർ ഒപ്പിട്ടതിൽ സുതാര്യതയില്ലാതെ പോയത് എന്ത് എന്ന ചോദ്യം പൊതുജനം ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേ മതിയാവൂ. ഒളിച്ചുവെക്കാൻ ഇതൊരു രഹസ്യ പാർട്ടി രേഖയൊന്നും അല്ലല്ലോ.